ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ റെഡ്മി നോട്ട് 40 സീരീസിലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള മോഡൽ റെഡ്മി നോട്ട് 40 പ്രോ പ്ലസ് 5G. ഈ ഒരു ഫോൺ മെയിനായിട്ട് 3 വേരിയൻ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 8GB 128GB, 8GB 256GB, 12GB 512GB വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. ഏറ്റവും വലുത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ്, അതായത് 8GB 128GB മോഡലിൻ്റെ പ്രൈസ് 13,999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 256GB വേരിയൻ്റ് പ്രൈസ് 32,999. ഏറ്റവും ഹയർ മോഡലായിട്ടുള്ള 12GB 512GBയുടെ പ്രൈസ് 35,999 ആയിട്ടാണ് വരുന്നത്. ഓഫർ ഉണ്ട്, ഒരു 1000 രൂപയുടെ ബാങ്ക് ഓഫറും ഒരു എക്സ്ചേഞ്ച് ബോണസ് ഓഫറൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 1000 രൂപ കൂടെ കുറഞ്ഞ് കിട്ടും. ബേസ് മോഡൽ ഒരു 30,000 രൂപക്കൊക്കെ തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ മോഡലിലും 1000 രൂപ തന്നെ കുറയുന്നുണ്ട്. അപ്പോൾ ഒരു 30,000 31,000 രൂപയുടെ ഒരു ഫോൺ. ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. ബാക്ക് ഗ്ലാസ് ബിൽഡാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ സർക്കിൾ എന്നൊക്കെ രീതിയിലുള്ളൊരു ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ലൊരു പ്രീമിയം ലുക്ക് ഇതിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു. പിന്നീട് മെയിനായിട്ട് 3 കളർ വേരിയൻ്റ് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഒരു പർപ്പിൾ വരുന്നുണ്ട്, പിന്നെ ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്കും വരുന്നുണ്ട്. അതിൽ നിങ്ങൾ പർപ്പിൾ കളർ എടുത്തു കഴിഞ്ഞാൽ പർപ്പിൾ കളറിന് മാത്രം ലെതർ ഫിനിഷാണ് വരുന്നത്. സോ ബാക്കി രണ്ടിലും ഗ്ലാസ് ബിൽഡാണ്. അപ്പം അത് മെയിനായിട്ട് നോക്കുക. എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. വീഗൻ ലെതർ വേണോ അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ് ബിൽഡ് വേണം എന്നുള്ളത്. ഞാനാണെങ്കിൽ ഗ്ലാസ് ബിൽഡ് എടുക്കും. കാരണം ആ ഗ്ലാസ്സിൽ ഗ്രീൻ കളർ എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട് ആ കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 210 ഗ്രാം വെയിറ്റും 8.8 mm തിക്നെസ്സും വരുന്നുണ്ട്. കാരണം അത്യാവശ്യം വലിയ ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. എന്നിട്ട് പോലും അത്യാവശ്യം അത്രയും തിക്നെസ് വരുന്നുള്ളൂ. പിന്നീട് IP68 സർട്ടിഫിക്കേഷൻ കാരണം തന്നെ വരുന്നുണ്ട്. ബിൽഡ് അല്ലെങ്കിൽ ഡിസൈൻ ഉഗ്രൻ. അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഡിസൈൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ബിൽഡും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഗ്ലാസും വരുന്നുണ്ട്. സോ ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈനും ബിൽഡും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ 6.67 ഇഞ്ച് വരുന്നൊരു 1.5K റെസൊല്യൂഷനുള്ള ഒരു AMOLED 120Hz 3D കേർവ്ഡ് ആയിട്ടുള്ളൊരു 12 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. 3D കേർവ്ഡ് ആയതുകൊണ്ട് തന്നെ കാണാൻ തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഡിസ്പ്ലേ പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല ഇങ്ങനെ എടുത്ത് കാണിക്കും ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞത്. സോ ഇതിൻ്റെ ഡിസൈനും അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ വരുന്ന സമയത്ത് പ്രീമിയം ഫോൺസിൻ്റെ ആ ഒരു ലുക്ക് ഇതിന് വരുന്നുണ്ട്. സോ ഉഗ്രനാണ്. ഡിസ്പ്ലേ ബേസ് ആണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഡിസ്പ്ലേ അങ്ങനെ മാറാനില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നത്. സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് വരുന്നത്. ബേസിലും കാര്യങ്ങളൊക്കെ തന്നെ കുറവാണ്. സോ നോ ഇഷ്യൂസ്. ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് ഗുഡ്. ദെൻ ഇതിൻ്റെ ക്യാമറ, പ്രൈമറി ക്യാമറ വന്നിട്ട് ഒരു 15 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 15 MBയുടെ ഒരു 2.5x വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും കൂടെ വരുന്നുണ്ട്. ബെസ്റ്റാണ്. പിന്നീട് 8 MBയുടെ അൾട്രാ വൈഡും റിയറിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20 MBയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സെൽഫി ക്യാമറയിൽ ഒരു ഫുൾ HD 16 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. റിയർ ക്യാമറയിലാണെങ്കിൽ ഒരു 4K 13 FPS വീഡിയോസും റിയർ ക്യാമറയിലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ അത്യാവശ്യം ഉഗ്രനാണ്. ടെലിഫോട്ടോ ഒക്കെ വരുന്നുണ്ട്. 2.5x ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ ഇതിലെടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഇൻ ക്ലാസ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഇതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള റിയൽമി ഫോണൊക്കെ ഈ ഒരു പ്രൈസ് പോയിന്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോണല്ല, ബട്ട് എന്നാലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നും ക്യാമറ പറ്റി അങ്ങനെ പറയാനില്ല. അത്യാവശ്യം നല്ല ക്യാമറ വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 7s Gen 3 എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ആൻഡ് ടു സ്കോർ എന്നൊക്കെ പറഞ്ഞ ഒരു 7,20,000 ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. LPDDR4X RAM USF 2.2 സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. പെർഫോമൻസ് വൈസ് 30,000 31,000 രൂപയുടെ ഫോണിൽ വരുന്ന ഒരു ചിപ്സെറ്റ് അല്ല ഇതെന്ന് പറഞ്ഞത്. സോ ഒരു ആവറേജ് ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടുന്നില്ല. മെയിൻലി ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലൊന്നും ഇതിൻ്റെ അടുത്തേ കൂടിയേ പോകരുത്. ഒരു
10-25,000 ആ റേഞ്ചിലുള്ള ഫോണിൻ്റെ പെർഫോമൻസൊക്കെ മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ അതിനും കൂടി താഴെ ആ റേഞ്ച് പെർഫോമൻസ് മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മാത്രം മതി. ആ റേഞ്ചിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഗെയിമിംഗ് ആണെന്നൊന്നും പറഞ്ഞിട്ട് ആരും പോയേക്കില്ല. പഴയ റെഡ്മി നോട്ട് സീരീസ് പ്രോ മോഡലൊക്കെ പറയുന്നത് ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ തരുന്ന ഫോൺസാണ്. പെർഫോമൻസ് ക്യാമറ ഇപ്പോഴത്തൊക്കെ വന്ന് ഇവിടെ പെർഫോമൻസും തരുന്നില്ല, ക്യാമറയും തരുന്നില്ല, ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ റെഡ്മി നോട്ട് സീരീസ് ഒന്നും പോയി എടുക്കരുത്. പെർഫോമൻസ് വളരെ കുറവാണ്. ദെൻ ഇതിൻ്റെ ഹൈപ്പർ OS ആണ് വരുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആണ്. ലേറ്റസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. ബട്ട് 3 വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ. ഇതിൽ വരുന്നത് 6200 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6200 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ബെസ്റ്റ്. ഒരു ദിവസമൊക്കെ നിങ്ങൾ എന്തൊക്കെ തല കുനിഞ്ഞൊക്കെ നിന്നാലും ബാറ്ററി കിട്ടും. ഒരു ഡേ എന്തായാലും എങ്ങനെ പോയാലും ഈ ഒരു ഫോൺ ലാസ്റ്റ് ചെയ്യും. സോ ബാറ്ററി നോ ഇഷ്യൂസ്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ 31,000 അല്ലെങ്കിൽ 30,000 രൂപ റേഞ്ചിലെ ഫോണിൽ നല്ല ബിൽഡ്, നല്ല ഡിസൈനൊക്കെ വരുന്നുണ്ട്. ഡിസൈനൊക്കെ ഓരോ പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നു, ഡിസൈനൊക്കെ ബെറ്ററാണ്. നല്ല ഡിസ്പ്ലേ, ബെസ്റ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ കുഴപ്പമൊന്നുമില്ല, ഡീസൻറ്റ് ക്യാമറ വരുന്നുണ്ട്. പെർഫോമൻസും അങ്ങനെ തന്നെയാണ്, ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് വരുന്നുണ്ട്. ബെസ്റ്റ് ബാറ്ററിയും വരുന്നുണ്ട്. സോ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ബെസ്റ്റ് ഫോണാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എന്നാലും അത്ര മോശമല്ല. അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ഫോൺസാണ്. റെഡ്മി നോട്ട് 40 സീരീസ് എല്ലാ ഫോൺസും ഇതേ അവസ്ഥ തന്നെയാണ്. ഒന്നും അങ്ങനെ നല്ലതാണെന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല, മോശമാണെന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ഈ നോട്ട് സീരീസൊക്കെ നിൽക്കുന്നത്. അപ്പം ഇതും അതുപോലെയുള്ള മോഡൽ തന്നെയാണ്. എന്നാലും അത്യാവശ്യം വേർത്താണ്. ഈ ഒരു പ്രൈസ് പോയിന്റിലും അങ്ങനെ ഒന്നും മോശം പറയാനില്ല. അത്യാവശ്യം കൊടുക്കുന്ന പ്രൈസിന് വേർത്തായിട്ടുള്ള മോഡൽ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക എന്തായാലും. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.